കണ്ടോ? അടുത്തോട്ട് നോക്ക്. പോയ കണ്ടില്ലേ? ഇപ്പൊ പാലത്തിന് മുകളിൽ കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കണേ. നമസ്കാരം ഗൈസ്, മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് വിഷമഘട്ടത്തിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് കുറച്ച് ദിവസമായിട്ട് വ്ളോഗിങ് ഒന്നും കാണാതിരുന്നത്. അത് ഞാൻ ഈ വ്ളോഗിൽ പിന്നീട് വിശദമാക്കാം. ഇപ്പോൾ എൻ്റെ വൈഫിൻ്റെ ബിസിനസ്സിൻ്റെ ഒരു കളക്ഷൻ എടുക്കാൻ വേണ്ടി പോവുകയാണ്. ഇപ്പോൾ 2 സാധനം ഡെലിവറി ചെയ്യാനുണ്ട്, ഒരു ബാഗും ഒരു ടീഷർട്ടും. അപ്പോൾ കുറച്ച് പൈസ കളക്ഷൻ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ നമ്മുടെ ബിഗ് ഡമ്മി ആയിട്ടാണ് ഇറങ്ങിയത്. കൂടെ എൻ്റെ മോളും ഉണ്ട് പുറകിൽ, കാണാം. ഐഷ ഒരു ഹൈ പറയും. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ കാണാം. ഓക്കെ, ഇപ്പോൾ പോയിട്ട് വീട്ടിലേക്ക് പോവുകയാണെങ്കിൽ ഐസ്ക്രീം വാങ്ങി തന്നെ. ചുരുക്കി പറഞ്ഞെങ്കിൽ മുട്ടായി തിന്നണോ ഐസ്ക്രീം തിന്നണോ അല്ലേ? മുട്ടായി തിന്നണോ ഐസ്ക്രീം തിന്നണോ അല്ലേ? സുഖോല കണ്ട ഐഷ? എന്താണ് കേറുന്ന സ്ഥലല്ലേ? അപ്പോൾ നമ്മൾ കളക്ഷനൊക്കെ എടുത്തു. ടീഷർട്ട് ഡെലിവറി കൊടുത്തു. ബാഗ് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല, അപ്പോൾ റിട്ടേൺ എടുത്തു. അപ്പോൾ ആയിഷക്ക് ഐസ്ക്രീം തിന്നണമെന്ന് പറഞ്ഞു. ആയിഷ, ഐസ്ക്രീം വേണോ കോൽമുട്ടായി വേണോ? ഏതെങ്കിലും ഒന്ന്. ഐസ്ക്രീം അല്ല അല്ലേ? രണ്ടും വേണമെന്ന് പറയണേ. എന്നാ കഴിക്കല്ലേ പോയിട്ട്? ഐഷൻ്റെ പല്ല് കേട് വന്നിട്ട് ഊനൊക്കെ വീങ്ങിയിട്ടുണ്ട്. ഒന്നല്ല മെഡിക്കൽ കോളേജ് കൊണ്ടുപോയി കാണിച്ചതാണ്. മരുന്നൊക്കെ കൊടുത്തിട്ടുണ്ട്, ആൻറ്റിബയോട്ടിക്. അപ്പോൾ ഈ ഊന് വീക്കത്തിനും നീര് മാറാനൊക്കെ ഐസ്ക്രീമാണ് നല്ലത് അല്ലേ? കോലുമുട്ടായി തിന്നണേക്കാൾ നല്ല ഐസ്ക്രീം അല്ലേ? എന്താണ് നല്ലത്? ഐസ്ക്രീം ടേസ്റ്റ് ഉണ്ടോ? ഒറിജിനലാണ് വിചാരിച്ച് ഐഷ. ഇവിടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കായ ഇലകളൊക്കെ ഉണ്ട്. അപ്പോൾ ഐഷ കണ്ടപ്പോൾ ഒറിജിനലാണ് വിചാരിച്ചു അല്ലേ? കഴിഞ്ഞില്ലേ? ഞാൻ കൊട്ടയെ കൊണ്ട് ഇട്ടാൽ നമുക്ക്. അറ്റത്തുണ്ട് അറ്റത്തൊരു കൊട്ട ഉണ്ട്. കണ്ടോ? അതാ അവിടെ ഒരു ബാസ്ക്കറ്റ്. അത് ഒറ്റക്കിറങ്ങോ? ഇറങ്ങ്. എന്നാ ഇങ്ങോട്ട് ഇറങ്ങി. യെസ്.
അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഈ വ്ളോഗിൽ കുറച്ച് വിഷമഘട്ടങ്ങൾ കൂടെയാണ് കടന്നു പോകണമെന്നുള്ള കാര്യം. ഒന്നാമത്തെ കാര്യം, എൻ്റെ വല്യുമ്മ മരണപ്പെട്ടു, ഉപ്പായുടെ ഉമ്മ. ഇവിടെ ഉമ്മ ഒരുപാട് നാളായിട്ട് കിടപ്പിലായിരുന്നു. ഏകദേശം 98 വയസ്സായി. 98 വയസ്സാണ് റെക്കോർഡിക്കലി അല്ല, എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് തോന്നുന്നത് 100 വയസ്സിൽ കൂടുതൽ അവർ ജീവിച്ചിരുന്നു എന്നാണ്. അപ്പോൾ അവരെ കിടപ്പിലായ സമയത്ത് പരിപാലിച്ചുകൊണ്ടിരുന്നത് കാര്യമായിട്ട് എൻ്റെ ഉമ്മയായിരുന്നു. അപ്പോൾ എൻ്റെ ഉമ്മ ഏകദേശം 10 ദിവസത്തോളമായിട്ട് നന്നായിട്ട് ഉറക്കവും നന്നായിട്ട് ഭക്ഷണവും ഒന്നും ഇല്ലാതെ, ആ ഒരു സമയത്ത് ഉമ്മക്ക് BP കൂടുതലാണ്. പൊതുവേ ഉമ്മക്ക് BP ഉള്ളതാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് ഡ്രസ്സ് അലക്കി ചിക്കാൻ വേണ്ടിയിട്ട് ടെറസിൻ്റെ മുകളിൽ കയറിയപ്പോൾ ചെറുതായിട്ട് തല കറങ്ങി വീണു. തല ഇറങ്ങി വീണ സമയത്ത് തല നിലത്ത് അടിച്ചുപോയി. അപ്പോൾ ബ്രെയിനിൽ കുറച്ച് രക്തം കട്ട പിടിച്ചു. അപ്പോൾ ഇപ്പം ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ ICUവിലാണ്. അപ്പോൾ ഇന്നത്തെ 4 ദിവസമായിട്ട് ICUവിൽ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരുന്നു ഞാൻ എൻ്റെ വ്ളോഗ് ഇത്രയും നാൾ വൈകിയിരുന്നത്. പക്ഷെ ഇന്നലെ സ്കാൻ ചെയ്തപ്പോൾ കുറച്ച് നന്നായിട്ട് പോസിറ്റീവ് റിസൾട്ടാണ് കിട്ടിയത്. അതിൽ 2 കാര്യം ഉണ്ടായിരുന്നു. ഒന്ന്, ഈ തല കറങ്ങി വീഴാനുണ്ടായ കാരണം ചിലപ്പോ ഈ കുമിളകൾ, തലയിൽ കുമിളകൾ രൂപപ്പെട്ടത് കാരണമായിരുന്നെങ്കിൽ കുറച്ച് പ്രശ്നമായിരുന്നു. പക്ഷെ സ്കാൻ ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തല അടിച്ച് വീണപ്പോൾ സംഭവിച്ചതാണ്, അതല്ലാതെ നമുക്ക് ബ്രെയിനിൽ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ്. അപ്പോൾ ഭയങ്കര പോസിറ്റീവ് റിസൾട്ടാണ് അത്. ഡോക്ടർമാർ പറഞ്ഞത് നമുക്ക് ഇനി കാര്യമായിട്ട് ഓപ്പറേഷനോ അങ്ങനെ സർജറിയോ കാര്യങ്ങളൊന്നും വേണ്ട, മരുന്ന് കൊണ്ട് തന്നെ രക്ഷപ്പെടുമെന്നാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. വല്യമ്മനെ ഇത്രയും നാള് പരിപാലിച്ചിട്ട് പോലും ഉമ്മക്ക് വല്യമ്മനെ കാണാനും പറ്റിയില്ല മരണസമയത്ത്. അപ്പോൾ ഇപ്പോഴും ICUവിൽ ഉമ്മനെ കാണാൻ കയറുന്ന സമയത്ത് ഉമ്മ വല്യമ്മക്ക് അസുഖം മാറിയോ, നിങ്ങളെല്ലാവരും അങ്ങോട്ട് ചെല്ലി വല്യമ്മനെ പോയി നോക്കിക്കോളൂ, ഇവിടെ പ്രശ്നമില്ല എന്നൊക്കെയാണ് ഉമ്മ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്ര ഒരു ചെറിയൊരു എന്താ പറയുക, ഒരു വിഷമഘട്ടങ്ങൾ കൂടിയാണ് കടന്നു പോകുന്നത്. പക്ഷേ നിങ്ങളുമായിട്ട് ആ ഒരു കണക്ഷൻ നിലനിർത്തണമെന്ന് തോന്നി, നിങ്ങളോട് ഒക്കെ പറയണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഈ വ്ളോഗ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോവാണ്. വൈഫ് നേരത്തെ 5:30 സമയത്ത് ICUവിൽ കയറാം. അപ്പോൾ വൈഫ് അങ്ങോട്ട് കയറിയിട്ടുണ്ട്. അപ്പം ഞാൻ കാറ് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മക്കളായിട്ട് ഇങ്ങോട്ട് പോകുന്നതാണ്. മക്കളെ ICUവിൻ്റെ അകത്തേക്ക് കയറ്റൂല്ലല്ലോ. ഐഷ പോവാ? ഇടയ്ക്ക് ഓടല്ലേ. ഐഷ ദുആയിരുന്നീനോ? ഉമ്മച്ചിക്ക് സുക്കട് മാറാൻ വേണ്ടിട്ട്? ചോറുന്നുമ്പോ എന്താ ദുആയിരുന്നത്? നമ്മൾ ഭക്ഷണം കഴിക്കാൻ ഇറങ്ങാണ് ഹോസ്പിറ്റലിൽ നിന്ന്. ഞാൻ പെട്ടെന്നൊരു ഓട്ടം ഓടി വരും. കഴിഞ്ഞാൽ ഞാൻ മുമ്പായി ഭക്ഷണം കഴിക്കും. ഞാൻ ഓട്ടം ഓടി കുളിച്ച് മാറ്റിയതിന് ശേഷം ഭക്ഷണം കഴിക്കും. വാ ചേട്ടാ. വാ
അപ്പോൾ കാറിൽ പോയി ഡ്രസ്സൊന്ന് ചേഞ്ച് ചെയ്തിട്ട് എൻ്റെ റണ്ണിങ് ഷൂ എടുത്തിടണം, ഒന്ന് റൺ ചെയ്ത് വരാം. ഓക്കെ. അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ഉമ്മ ഹോസ്പിറ്റലായിട്ട് ഏകദേശം 4ാമത്തെ ദിവസമാണ്. ഇതുവരെ കാര്യമായിട്ട് വർക്കൗട്ടൊന്നും ചെയ്തില്ല. ഞാനിങ്ങനെ ആലോചിക്കുമ്പോൾ തോന്നുകയാണ്, ഉമ്മാൻ്റെ ഫാമിലിയിൽ മൊത്തം ആളുകൾക്ക് BP ആണ്, ബ്ലഡ് പ്രഷർ അധികമാണ്. ഉമ്മാൻ്റെ ഒരു ജ്യേഷ്ഠൻ കുറച്ചു കാലം മുമ്പാണ് ബ്രെയിനിൽ ഇതേപോലെ രക്തം കട്ട പിടിച്ച് BP കൂടിയിട്ട് മരണപ്പെട്ടത്. അപ്പോൾ നമ്മളെ ഫാമിലിയിൽ എല്ലാവരും ചിലപ്പോൾ ഞാനടക്കം BP കൂടി മരിക്കാൻ ചാൻസ് ഉള്ള ഒരാളാണ്. അപ്പോൾ ഒരു എക്സസൈസ് ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റൽ വളരെ അത്യാവശ്യമാണെന്ന് എന്നെ ഓർമ്മപ്പെടുത്തുന്ന പോലെ തോന്നി ഇത്തരം സംഗതികളൊക്കെ. ഉമ്മ ഭേദപ്പെട്ട് വരുന്നു. ഇനി ഒരു 5-6 ദിവസം ICUവിൽ കിടക്കേണ്ടി വരും. വളരെ ഇമോഷണലാവുന്നൊരു സംഗതികളായതുകൊണ്ട് എനിക്ക് എങ്ങനെ പറയണം എന്നുള്ള അറിയില്ല. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. ഞാൻ ഉമ്മാനോട് ഏറ്റവും കൂടുതൽ തർക്കിക്കാറുള്ളത് ഈ ദൈവവിശ്വാസത്തിൻ്റെ കാര്യത്തിലാണ്. ഉമ്മ പലപ്പോഴും എന്നോട് തർക്കിക്കാറുള്ളത് ആ വിഷയത്തിലാണ്. കാരണം ഞാൻ പള്ളിയിൽ പോയില്ല, അല്ലെങ്കിൽ ഞാൻ സമയത്തിന് നിസ്കരിക്കുന്നില്ല എന്നൊക്കെയാണ് പലപ്പോഴും ഉമ്മക്ക് പരാതി ഉണ്ടാവാറ്. ഇപ്പോൾ വല്യമ്മ വളരെ ശാരീരികമായിട്ട് ഒരു മരണത്തിൻ്റെ അവസാന വക്കിലെത്തി നിൽക്കുന്നൊരവസ്ഥയിൽ ഞാൻ വല്യമ്മനെ കാണാൻ പോയ സമയത്ത് വല്യമ്മൻ്റെ ചുറ്റും കൂടിയിരുന്ന ആളുകൾ ഖുർആൻ ഓതുന്നത് എന്നെ ഭയങ്കര ഒരു ബുദ്ധിമുട്ട്, എന്നെ ഒരു ഡിസ്കംഫർട്ട് എനിക്ക് ഫീൽ ചെയ്തു. കാരണം ഒരു അസുഖം വന്ന് കിടക്കുന്ന ഒരാളെടുത്ത് വന്നിട്ട് വളരെ ഒച്ചത്തിൽ ഖുർആൻ ഓതുക, അല്ലെങ്കിൽ അവർ മരിക്കാൻ പോവുകയാണെന്ന് അവർക്ക് തോന്നുന്ന രീതിയിൽ നമ്മൾ പെരുമാറുന്നത് എനിക്ക് വളരെ ഒരു ഡിസ്കംഫർട്ട് ഉണ്ടാക്കിയ ഒരു സംഗതിയായിരുന്നു. അത് ഞാൻ ഉമ്മാനോട് പറഞ്ഞ സമയത്ത് ഉമ്മ എന്നോട് ഭയങ്കര ആർഗ്യുമെൻ്റ് നടത്തി. ഉമ്മ വല്ലാതെ വിഷമിച്ചു ഞാനത് പറഞ്ഞപ്പോൾ. കാരണം ഉമ്മ പറഞ്ഞത് ഞാൻ അങ്ങനെ മരിക്കാൻ കിടക്കുന്ന സമയത്ത് എനിക്ക് ഓതി തരാൻ നീ ഒന്നും ഉണ്ടാവില്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ ഉമ്മാൻ്റെ ഒക്കെ ഒരു വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊക്കെ ഒരു ദൈവവിശ്വാസമില്ല എന്നുള്ള തോന്നലുകളാണ്. അപ്പോൾ എനിക്കിപ്പോൾ ആലോചിക്കുമ്പോൾ തോന്നി ഉമ്മാനോടൊന്നും അത്തരം വിഷയങ്ങൾ തർക്കിക്കേണ്ടായിരുന്നു എന്ന് ഇപ്പോൾ തോന്നും. കാരണം ദൈവവിശ്വാസം എന്നൊക്കെ ഉള്ളത് ഒരാളെ ചോയ്സാണ്. അപ്പം ഉമ്മാക്ക് ഞാനൊരു ദൈവവിശ്വാസിയാവണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ അതേപോലെ ഉമ്മാൻ്റെ മുമ്പിൽ നിൽക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഉമ്മാക്ക് കംഫർട്ടായിരിക്കാമെന്ന് എനിക്ക് തോന്നി. ഏതായാലും കൂടുതൽ ഞാനൊന്നും പറയുന്നില്ല. എല്ലാവരും എൻ്റെ ഉമ്മാക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. മരണപ്പെട്ടു പോയ എൻ്റെ വല്യമ്മക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കണം. അപ്പോൾ ഞാൻ ഒരു നല്ലൊരു ക്വിക്ക് റൺ ചെയ്തു വന്ന് എത്ര കിലോമീറ്ററായി നമ്മൾ നോക്കാം. ഓക്കെ. ബേബി മുതൽ അരയടുത്തുപാലം വരെ ഓടി, അരയടുത്തുപാലം മുതൽ എരിഞ്ഞിപ്പാലം വരെ ഓടി, തിരിച്ച് അരയടുത്തുപാലത്തേക്ക് ഓടിക്കൊണ്ടിരിക്കുന്നു. കോഴിക്കോട് സിറ്റിയിൽ ഓടാൻ പറ്റിയ നല്ലൊരു റൂട്ടാണിതാ. പുറയിൽ കാണാൻ നീണ്ടു കിടക്കുന്ന നടപ്പാതയാണ്. അപ്പോൾ യാതൊരു ബുദ്ധിമുട്ടോ ശല്യങ്ങളോ ഇല്ലാതെ ലോങ് റണ്ണ് നടത്താൻ പറ്റും. തിരിച്ച് ഹോസ്പിറ്റലിൻ്റെ അടുത്തെത്തി. ഞാൻ ഷോർട്സാണ് ഇട്ടത്. ഈ കോളേജിൽ ഹോസ്പിറ്റലിൻ്റെ അകത്തേക്ക് കയറി ചെല്ലുന്നത് മോശമല്ലേ. അപ്പോൾ ഞാൻ പാർക്കിങ്ങിൽ പോയിട്ട് കാറിന് ജീൻസ് എടുത്ത് കൊടുത്ത് വരാം. ടയർഡാണ്. 10 കിലോമീറ്റർ ഒന്നും ഉണ്ടാവില്ല എന്തായാലും. കാറിലെത്തിയിട്ട് സ്ട്രാവ അപ്ലോഡ് ചെയ്ത് നോക്കട്ടെ.
5.2 കിലോമീറ്റർ ഓടി, 7.03 പെർ കിലോമീറ്റർ പേസ്. കുഴപ്പമില്ല, ഞാൻ ക്ഷീണിതനാണ്. 10 കിലോമീറ്റർ നിങ്ങളോട് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ 5 കിലോമീറ്റർ ഓടിയത്. അപ്പോൾ നിങ്ങളോട് പറഞ്ഞ സ്ഥിതിക്ക് 5 കിലോമീറ്റർ തന്നെ ഓടിയില്ലെങ്കിലും മോശമല്ലേ എന്ന് വിചാരിച്ചിട്ട് കുറഞ്ഞ ദിവസങ്ങൾ, അതായത് ഒരു 4-5 ദിവസമായിട്ട് ഒരുപാട് പേര് എന്നെ കോണ്ടാക്ട് ചെയ്തിരുന്നു. പലരുടെയും ഫോൺ എടുക്കാൻ പറ്റിയിട്ടില്ല. ഒരുപാട് പേര് എനിക്ക് ബുക്കിംഗ് തന്നിട്ടുണ്ട് സൈക്കിളിന് വേണ്ടിയിട്ട്. സൈക്കിള് പുതിയത് ഓർഡർ തന്നവരുണ്ട്, ബുക്ക് ചെയ്തവരുണ്ട്. അവർക്കൊന്നും സൈക്കിൾ കൊടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എല്ലാവരും എന്നോട് ക്ഷമിക്കുക. അങ്ങനെ കുറച്ച് വിഷമഘട്ടത്തിലൂടെ കടന്നു പോയതുകൊണ്ടാണ് അതിനൊക്കെ ഡിലേ വന്നത്. അപ്പോൾ ഞാൻ നാളെ എന്തായാലും ബൈസിക്കിൾ കഫേയിൽ പോകും. ഞാൻ എന്തായാലും നാളെ ബൈസിക്കിൾ കഫേയിൽ പോകും. നിങ്ങളുടെ ഓർഡറും കാര്യങ്ങളൊക്കെ ഞാൻ റെഡിയാക്കും. അപ്പോൾ അതുവരെ ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക് യു.